ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു റിസപ്ഷന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുള്ളതാണ്. അപ്പോൾ മാമനെ വെയിറ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പം ഞാൻ ഇന്ന് രാവിലെ ഇങ്ങോട്ട് വന്നതായിരുന്നു എൻ്റെ വീട്ടിലേക്ക്. റെഡിയൊക്കെ ആയിട്ട് ഇവിടെ എല്ലാവരും എന്താ സെർച്ച് ചെയ്യുവാണ്. കിയാരൻ്റെ വള കാണുന്നില്ല. അപ്പോൾ കിയാരക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു 2 വള. അപ്പോൾ അത് ഞാൻ ഇടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് എവിടെയോ വെച്ചു. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഫുള്ള് തപ്പി നടക്കുവാണ്, കിട്ടിയിട്ടില്ല. അപ്പം അതെത്ര ആലോചിച്ചിട്ടും അതെവിടെയാണെന്ന് ഓർമ്മയില്ല. നമ്മൾ ഇടാതെ പോവുകയാണ്. ഇവളെ ഞാൻ നേരത്തെ റെഡിയാക്കിയിട്ട് പപ്പൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായതായിരുന്നു. പിന്നെ ചില സമയത്ത് ഇവളിങ്ങനെ തന്നെയാണ്, വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കും ആൾക്കാരെ കാണാത്തതുപോലെ. പിന്നെ നമ്മൾ ഹാളിലെത്തി. അപ്പോൾ ഇവരുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഈ ഒരു ഹാളിൻ്റെ പേര് അലയൻസ് എന്നാണ്, സീതാങ്കോളിയിലാണിത്. അപ്പോൾ ഈ ഒരു ഹാളിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. കാരണം ഇതിനു മുമ്പ് കുറേ ഫങ്ഷൻസ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും എനിക്കെന്തോ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ ഫങ്ഷനാണ് ഈ ഒരു ഹാളിലുള്ള. പിന്നെ നമ്മളെത്തുന്ന സമയത്ത് ഇവിടെ നിന്ന് എല്ലാവരും ഫുഡ് കഴിച്ചിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ കുറച്ച് ലേറ്റായി വരാൻ വേണ്ടിയിട്ട്. ഇളയപ്പനും ധ്രുവും ഒക്കെ ഉണ്ടായിരുന്നു വന്നിട്ട്. അപ്പോൾ ഇതാ ധ്രുവ് എല്ലാവരും ഒന്നിച്ച് പോവും. പിന്നെ എല്ലാവരും ഒത്തുകൂടിയതിൻ്റെ സന്തോഷമാണ്, ഫുള്ള് സംസാരമൊക്കെയാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയതായിരുന്നു. കുറച്ച് ആൾക്കാർ ഇത് സ്റ്റേജിൽ ഫോട്ടോ സെക്ഷൻ നടക്കുമായിരുന്നു. പിന്നെ ഞാനും ഇവളും കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇവക്കാണെങ്കിൽ ഭയങ്കര ഡാൻസ് ആയിരുന്നു പാട്ടുള്ളതുകൊണ്ട്. പിന്നെ ഞാൻ ഇവളെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഈ ഒരു സ്റ്റെപ്പ് മാത്രമേ അറിയൂ. ഇവളെ താഴെ നിർത്തിയാൽ വേറെ കുറച്ച് സ്റ്റെപ്പൊക്കെ ഉണ്ടാവും. നമ്മൾ വന്നിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോവാമെന്ന് വിചാരിച്ചതാണ്. കാരണം സ്റ്റേജിൽ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു, ആൾക്കാരും നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ വെറുതെ അവിടെ ഇരിക്കുന്നത് നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ക്യൂ ആണ് ഇത്. അപ്പോൾ അമ്മ കിയാരനെ എടുത്തു, ഞാൻ ഫുഡ് എടുത്തിട്ട് നമ്മൾ കഴിക്കാൻ പോയതാണ്. അപ്പോൾ ഇവിടെ ശോഭേച്ചിയും പിള്ളേരും ഉണ്ട്, ഗിരിശേട്ടനും എല്ലാവരും ഉണ്ട്, മൂത്തമ്മയും. നമുക്ക് എല്ലാവർക്കും ഒരേ ഒരു ടേബിള് സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ബിരിയാണിയും കുറേ എന്തൊക്കെയോ കറിയൊക്കെ ഉണ്ടായിരുന്നു. കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അവസാനം എനിക്ക് എന്തോ കഴിക്കാൻ പറ്റിയില്ല. ലാസ്റ്റ് ഞാനിതാ മതിയാക്കിയിട്ട് ഞാൻ എണീക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദേവുവാണെങ്കിൽ ഇതാ കാര്യമായിട്ട് തിന്നുന്നുണ്ടായിരുന്നു. ഞാൻ മതിയാക്കി. ഇവിടെ ഒരാൾക്ക് ഇതാ അമ്മ ചോറ് കൊടുക്കുന്നുണ്ടായതായിരുന്നു. മുമ്പിലുള്ളവരുടെ മുടി വലിക്കാൻ നോക്കുന്നുണ്ടായതായിരുന്നു അവള്. പിന്നെ നമ്മൾ ഐസ്ക്രീം എടുക്കാൻ വന്നതാണ്. അപ്പോൾ വാനിലേൻ്റെ ഐസ്ക്രീം ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഐസ്ക്രീം. അപ്പം ഞാൻ ഇവക്കും കൊടുക്കുന്നുണ്ടായതാണ്. പക്ഷേ ഇവക്കിപ്പോൾ ഇങ്ങനെ തട്ടിയിട്ടൊന്നും എനിക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം ഇവൾ കൈയിടും അതിലേക്ക്. സ്റ്റേജിൽ പോകണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. പിന്നെ അമ്മ വന്നതിന് ശേഷം തന്നെ പോവാമെന്ന് വിചാരിച്ചതാണ്. അമ്മ ഫുഡ് കഴിച്ചിട്ട് വന്നിട്ടില്ല. കാരണം ഞാൻ കഴിക്കുന്ന സമയത്ത് അമ്മ ഇവക്ക് ഫുഡ് കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞ് അമ്മ കഴിച്ചിട്ട് വരുമ്പോൾ തന്നെ സ്റ്റേജിൽ പോവാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ കുനിയേച്ചിനോട് സംസാരിക്കാൻ പോയതായിരുന്നു. അപ്പോൾ കുനിയേച്ചിയാണെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് അവിടെ ഇരുന്നതായിരുന്നു. ഫുഡ് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവളിതാ പോകുന്നൊന്നുമില്ല അവരൊന്നിച്ച്. അതിന് ശേഷം ഞാൻ ഇങ്ങനെ ദേവിൻ്റെ കയ്യിലായിരുന്നു ഫോൺ ഉണ്ടായിരുന്നത്. അത് അവർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഞാൻ ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ടെന്ന്. അവസാനം പറയുമ്പോൾ ആൾക്ക് ചിരി വന്നു. അപ്പോൾ ഞാൻ അമ്മായിനോട് സംസാരിക്കുന്നുണ്ടായതായിരുന്നു. അമ്മായി ആണെങ്കിൽ ഇവക്ക് ഫുഡ് കൊടുത്ത കഥയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായതായിരുന്നു. ഇവക്കാണെങ്കിൽ ഭയങ്കര ഡാൻസ് ആയിരുന്നു, നല്ല പാട്ടൊക്കെ ഉള്ളതുകൊണ്ട്. ഇന്ന് ഞാൻ വേറൊരു ഡ്രസ്സ് ഇടാനായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ പെട്ടെന്ന് ഞാൻ പ്ലാന് മാറ്റിയിട്ട് ഞാൻ ഊട്ടിയിൽ നിന്ന് വാങ്ങിയ ഡ്രസ്സാണ് ഇന്നിട്ടത്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു, കളറൊക്കെ നല്ല ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സമാധാനമായി, വാങ്ങിയതുകൊണ്ട് വേസ്റ്റ് ആയില്ല എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് വെച്ചാൽ ഇവരുടെ 2 പേരുടെയും പാരൻസിൻ്റെ സപ്പോർട്ടാണ് ഇവിടെ മെയിനായിട്ട്. കാരണം ഒരു ഇൻ്റർ റിലീജിയൻ മാരേജ്, അതായത് ഒരു ഹിന്ദുവും ക്രിസ്ത്യനും തമ്മിലുള്ള ഒരു കല്യാണം. അപ്പോൾ നമ്മളിവിടെയൊക്കെ തന്നെ ഇപ്പോൾ കുറേ കാണുന്നുണ്ട്. എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ കാണുന്നുണ്ട്. കാരണം എൻ്റെ ഏട്ടൻ്റെ വൈഫും അവളുടെ വീട്ടുകാരുമായിട്ട് ഇതുവരെ ശരിയായിട്ടില്ല. അവരുടെ വീട്ടുകാർക്ക് ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതൊരു കാസ്റ്റ് മാറിയതിൻ്റെ പേരിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഫോട്ടോ എടുക്കാൻ പോവുകയാണ് സ്റ്റേജിലോട്ട്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനും ഫുള്ളായിട്ടും ഇവരുടെ കോസ്റ്റ്യൂം ആണെങ്കിലും ഡെക്കറേഷൻസ് ആണെങ്കിലും ഫുള്ളി ഒരു ഹിന്ദു ടച്ചിലുള്ളതാണ്. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഒരുങ്ങാനായിരുന്നു ഇഷ്ടം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ കുട്ടികളുടെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ എടുക്കുന്നുണ്ടായതായിരുന്നു. കിയാരയാണെങ്കിൽ ഫുള്ള് നടക്കാൻ തുടങ്ങിയതിന് ശേഷം നടത്തം തന്നെയായിരുന്നു. ഫോട്ടോ എടുക്കാൻ പോലും ആൾ നിൽക്കുന്നില്ല. പിന്നെ നമ്മൾ കുറച്ച് സെൽഫിയൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മളിതാ പോവാനിറങ്ങിയതാണ്.
പിന്നെ കിയാരയുടെ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവളാണെങ്കിൽ ഇതാ ആ ഒരു മാമൻ്റെ ഒന്നിച്ചുമാണ്. പിന്നെ എല്ലാ ആൾക്കാരും അവിടുന്ന് പുറത്തുനിന്നൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. കാരണം നല്ലൊരു വ്യൂ പോലെയാണ് അവിടെ, മരമൊക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസ് ആണ്. പിന്നെ ഇവളുടെ ഈ ഒരു ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഡ്രസ്സ് എൻ്റെ കസിന് ഇവൾക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തതായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ വീണ്ടും കുറച്ച് സെൽഫിയൊക്കെ എടുത്തു. ഗൈസ്, അപ്പോൾ ഞാനും ദേവുത ട്വിന്നിങ് ആണ്. അൺഎക്സ്പെക്റ്റഡ് ട്വിന്നിങ് അല്ലേ. ദുഗൂസിൻ്റെ കൈയും പിടിച്ചിട്ട് കുറച്ച് നടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ദുഗൂസ് ടാറ്റാന്ന് പറഞ്ഞിട്ട് പോയി. നമ്മളിതാ ഒറ്റയ്ക്ക് പോകുന്നുണ്ട്. ചേച്ചിയുടെ പോന്നെ, ചേച്ചിയുടെ പോന്നെ. അപ്പോൾ ഈ ഒരു വെഡ്ഡിങ് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ക്രിസ്ത്യൻ രീതിയിലുള്ള വെഡ്ഡിങ് ഓൾറെഡി കഴിഞ്ഞതാണ്. ഇപ്പോൾ കഴിഞ്ഞിട്ട് ഒരു 1 വീക്ക് ആവാറായി. അപ്പോൾ അത് ചെക്കൻ്റെ നാട്ടിലായിരുന്നു, കൊച്ചിയിലായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ സീതാങ്കോളിയിൽ പെണ്ണിൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഹിന്ദു രീതിയിലുള്ള ഒരു ഫംഗ്ഷൻ ആയിരുന്നു ഇന്ന്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ വന്നത് ഓട്ടോയിലായിരുന്നു, പക്ഷേ ഇപ്പോൾ തിരിച്ചു പോകുന്നുള്ളത് ബസ്സിലാണ്. അപ്പോൾ ഓട്ടോ കിട്ടുമോ എന്ന് നോക്കണം. മാമൻ്റെ അവർക്ക് വേറെ പോകാനുണ്ടായിരുന്നു. നമുക്ക് ഓട്ടോയും കിട്ടിയില്ല, ബസ്സും കിട്ടിയില്ല. അതാ സീതാങ്കോളിക്ക് നമ്മൾ നടക്കുന്നുള്ളതാണ്. നല്ല വെയിലാണ്. ഇവിടെ ഒരാളൊക്കെ സീതാങ്കോളിയിൽ നിന്ന് നമ്മൾ ബസ് കയറിയിട്ട് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം ക്യാരൊക്കെ ആണെങ്കിൽ നല്ല ഉറക്കമാണ്. ഇളമേൻ്റെ കയ്യിലായിരുന്നു. ഇളമ ഇറങ്ങിയതിന് ശേഷം അമ്മേൻ്റെ കയ്യിലായിരുന്നു. പിന്നെ വീട്ടിലെത്തിയിട്ട് നല്ല മടിയായിരുന്നു, കാരണം വെയിലൊക്കെ കൊണ്ടതുകൊണ്ട്. പിന്നെ കുറേ കഴിയുമ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇവിടെ ഇരുന്നിട്ടുള്ളതാണ്. കാരണം കിയാര നടക്കുന്നത് ഇവിടെ എല്ലാവരും നിന്നിട്ട് നോക്കുന്നുള്ളതാണ്. അപ്പോൾ ആള് ആ കയ്യിൽ ആ ഒരു നാരങ്ങ പിടിച്ചിട്ടാണ് ഫുള്ള് കളിയൊക്കെ. അത് ഭയങ്കര ഇഷ്ടമാണ് തിന്നാനൊക്കെ. പിന്നെ നമ്മൾ ഷാലുവിൻ്റെ വീട്ടിൽ വന്നതാണ്. ഇടിയപ്പവും ചിക്കൻ കറിയും പിന്നെ ഷാലുവിൻ്റെ സ്പെഷ്യൽ സർബത്തും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇന്നൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഷാലുവിൻ്റെ ചേച്ചി പ്രഗ്നൻ്റ് ആയതുകൊണ്ട് നമ്മുടെ ഇവിടെയൊക്കെ 9 മന്തിൽ ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് അപ്പം കൊണ്ടുവരുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ അത് ഇന്നാണ്. അപ്പോൾ ആ ഒരു ചടങ്ങിന് നമുക്ക് ഉച്ചക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് നമ്മളിപ്പോൾ വന്നിട്ട് കഴിച്ചിട്ട് പോകുന്നതാണ്. ബേബി ഷവറിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കിയാരയ്ക്ക് ഇതാ ഷാലു ചിക്കൻ്റെ പീസൊക്കെ കൊടുക്കുന്നുണ്ടായതാണ്. കുറേ സ്വീറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജിലേബി കഴിക്കുന്നുള്ളതാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ജിലേബി. ഷാലുവിൻ്റെ അമ്മ ഉണ്ടല്ലോ, റുവിക്ക് മുല്ലപ്പൂ വെച്ച് കൊടുക്കുന്നുള്ളതാണ്. അപ്പോൾ റുവിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഈ മുല്ലപ്പൂ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കിയാരയ്ക്ക് ഒരു കഷ്ണം ജിലേബി കൊടുത്തു. റുവിക്ക് ഇതാ മുല്ലപ്പൂവൊക്കെ വെച്ചതിൻ്റെ സന്തോഷമാണ്. ഞാൻ പൂ കാണിക്കാൻ പറഞ്ഞപ്പോൾ അത് ആൾ തിരിഞ്ഞ് കാണിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഷാലു ഇവിടെ സ്പീക്കറിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിയാരയും ഷാലുവും ഇതാ ഡാൻസ് കളിക്കുന്നുള്ളതാണ്, കണ്ണാടിയൊക്കെ നോക്കിയിട്ട്. അപ്പോൾ കിയാരയ്ക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ തുള്ളി കളിക്കുമ്പോൾ ഒക്കെ. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ വന്നത് ഗേറ്റിൻ്റെ അടുത്തോട്ടാണ്, എൻ്റെ വീട്ടിൻ്റെ. അപ്പോൾ അവിടെ ആണെങ്കിൽ ഇവൾ ഈ കാണിക്കുന്നത് എന്താണെന്നറിയോ, ഫുള്ള് പശുവാണ് ഇവിടെ. പശുവൊക്കെ ഇങ്ങനെ ഒന്നിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇവൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് പശുവിനെ. അപ്പോൾ അവൾക്കത് കണ്ടിട്ട് നല്ല സന്തോഷമായിട്ട് എന്തൊക്കെയോ സൗണ്ടൊക്കെ ആക്കുന്നുണ്ടായിരുന്നു. പോയി പോയി